10th സ്റ്റാൻഡേർഡ് മാത്സ് പേജ് നമ്പർ 26 ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഫൈൻഡ്, അവിടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യനിനകത്തും വീണ്ടും ഒരു സബ് ക്വസ്റ്റ്യൻസിൻ്റെ അത് ലെവലിലാണുള്ളത്. ഫൈൻഡ് ദ സം ഓഫ് ദ പെയേഴ്സ് ഓഫ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ എ ക്വസ്റ്റ്യൻ 3rd ആൻഡ് 5th അത് പ്ലസ് ചെയ്യുക, 3rd ടേമും 5th ടേമും. പിന്നെ 2nd ടേമും 6th ടേമും. പിന്നെ സി ക്വസ്റ്റ്യൻ 1st ടേമും 7th ടേമും. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4th ടേം 8 എന്നാണ്. 4th ടേം 8 ആണ്. 4th ടേം 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ആഡ് ചെയ്യാൻ പറയുന്ന എ ക്വസ്റ്റ്യൻ 3rd ആൻഡ് 5th എന്നാണ്. x3 + x5 = x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. x3 എന്ന് പറഞ്ഞാൽ x1 + 2d ആണ്. x5 എന്ന് പറഞ്ഞാൽ x1 + 4d ആണ്. അതായത് നമ്മൾ ഇപ്പോൾ 3 എന്ന് പറയുമ്പോൾ 2d ആണ് ആഡ് ചെയ്യേണ്ടത്. 5 എന്ന് പറയുമ്പോൾ 4d, തൊട്ട് പിറകിലുള്ള നമ്പർ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് x1ഉം x1ഉം ആഡ് ചെയ്താൽ 2x1 കിട്ടും. പിന്നെ 2dയും 4dയും ആഡ് ചെയ്താൽ 6d എന്ന് കിട്ടും. ഇത് രണ്ടും ഈവൺ നമ്പറാണ് അല്ലേ, ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് 2നെ പുറത്തെടുക്കുക. രണ്ടിൽ കോമൺ ആയിട്ട് 2 ആണുള്ളത്. 2നെ പുറത്തെടുത്തിട്ട് നമുക്ക് ഉള്ളിൽ എന്ത് ചെയ്യാം, x1 + ഇവിടെ 6 ആണ് ഉള്ളത്. 2 × 3 ആണ് 6. നമ്മൾ 2നെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പുറത്തെടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടു, ഇവിടെ x1ൻ്റെ കൂടിയുള്ള 2 ആണ് പുറത്തെടുത്തത്. അപ്പോൾ 6ൻ്റെ കൂടിയുള്ള 2, 6 എന്ന് പറയുമ്പോൾ 2 × 3 ആണ്. അപ്പോൾ അതിൽ 2 പുറത്തുണ്ട്, 3 ഇവിടെയുണ്ട്. അപ്പോൾ x1 + 3d. നമുക്കറിയാം 4th ടേം എന്ന് പറയുന്നത് x1 + 3d ആണ്. അവിടെ ഈ 3d എന്നുള്ള സ്പേസിൽ എന്ത് ഇട്ട് കൊടുക്കുക, 8 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 16 വരും. നെക്സ്റ്റ് x2 + x6 ആണ്. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 + d ആണ്. x6 എന്ന് പറഞ്ഞാൽ x1 + 5d ആണ്. x1ഉം x1ഉം ആഡ് ചെയ്താൽ 2x1 ആണ്. ഡിയും 5dയും 6d ആണ്. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ വരിക. 2 കോമൺ ആയിട്ട് എടുക്കുക, x1 + 3d വരും, അങ്ങനെ 16 വരും. അടുത്തത് സി ക്വസ്റ്റ്യൻ x1 + x7. 7 എന്ന് പറയുക x1 തന്നെ. x1 + 6d, അതായത് x7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 + 6d ആണ്. x1ഉം x1ഉം ആഡ് ചെയ്താൽ 2x1 വരും, 2x1 + 6d എന്ന് വരും. 2 × x1, ഇവിടെ 6, 3d. ഇപ്പോൾ x1 + 3d വരും, അതും 8, നമ്മുടെ 16 തന്നെയാണ് കിട്ടുക. അടുത്തത് സെക്കൻഡ് റോമൻ നമ്പർ ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് 3rd, 4th ആൻഡ് 5th ടേം. 3rd, 4th, 5th ടേം ആഡ് ചെയ്യുമ്പം 3rd ടേം എന്ന് പറഞ്ഞാൽ x1 + 2d ആണ്. x4 എന്ന് പറഞ്ഞാൽ x1 + 3d ആണ്. x5 എന്ന് പറഞ്ഞാൽ x1 + 4d ആണ്. അതിൽ x1ഉം x1ഉം ആഡ് ചെയ്താൽ 3x1 വരും. 2dയും 3dയും 5d വരും. 5ഉം 4ഉം 9d എന്ന് വരും. 3x1ഉം 9ഉം. അപ്പോൾ നമുക്കറിയാം ഈ 3ലും 9നും കോമൺ ആയിട്ടുള്ളതാണ് 3 എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ 2ലും 6ഉം എടുത്തപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3യും 9ഉം വന്നതുകൊണ്ട് 3 കോമൺ ആയിട്ട് വരും. 3x1 ഉള്ളിൽ വരും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ ഇപ്പോൾ 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. ഒരു 3 പുറത്തുണ്ട്, അപ്പോൾ പിന്നെ ഇവിടെ 3 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ x1 + 3d എന്ന് വരും. നമുക്കറിയാം x1 + 3d എന്ന് പറഞ്ഞാൽ 4th ടേം ആണ് അല്ലേ. 4th ടേം എന്ന് പറയുമ്പം 8 നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3 × 8 24. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ 3rd റോമൻ നമ്പർ പറയുന്നത് x2 5 ടേംസ് ഫ്രം 2nd to 6 ആണ്. 2nd മുതൽ 6 വരെയുള്ള എല്ലാ ടേമും ആഡ് ചെയ്യാനാണ്. അപ്പോൾ x2, x3, x4, x5, x6. x2 എന്ന് പറഞ്ഞാൽ x1 + d ആണ്. അടുത്തത് x3 എന്ന് പറഞ്ഞാൽ x1 + 2d, x1 + 3d, x1 + 4d, x1 + 5d. ഇതൊക്കെ ആഡ് ചെയ്താൽ 5 ഓഫ് എന്ത് വരും, നമുക്ക് 5x1 + 15d ആണ് വരിക. 5 ഇത് രണ്ടിൽ കോമൺ ആയിട്ട് 5, അതായത് x1ൻ്റെ കൂടെയുള്ള നമ്പറാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. 5 നേരത്തെ നമ്മൾ കണ്ടില്ലേ, 3 വന്നപ്പോൾ നമ്മൾ 3 കോമൺ ആയിട്ട് എടുത്തു. അതിൽ മുന്നേ 2 വന്നപ്പോൾ 2 കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ ഇപ്പോൾ 5x1 വന്നതുകൊണ്ട് 5 കോമൺ ആയിട്ട് എടുത്തു. 5 ഓഫ് x1 + 15 ആകുമ്പോൾ 5 × 3 ആണ്. 5 ഇവിടെയുണ്ട്, 3 ആണ് ബാക്കിയുള്ളത്. x1 + 3d എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് 8 എന്ന്, നമുക്ക് ആദ്യമേ തന്നതാണ്. 5 × 8 40. അടുത്തത് 4, ക്വസ്റ്റ്യൻ നമ്പർ 4 റോമൻ നമ്പർ 4 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേംസ് ഫ്രം 1 to 1st to the 7th ടേം. അപ്പോൾ 1 മുതൽ 7th വരെയുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എഴുതാം. എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. x1 എന്ന് പറയുമ്പം x1 തന്നെ, x2 എന്ന് പറയുമ്പം x1 + d ആണ്, x3 എന്ന് പറയുമ്പം x1 + 2d ആണ്, x4 എന്ന് പറയുമ്പോൾ x1 + 3d ആണ്, x5 x1 + 4d ആണ്, x6 x1 + 5d ആണ്, x7 എന്ന് പറയുമ്പോൾ x1 + 6d ആണ്.
എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 7x1 + 21d എന്ന് കിട്ടും. 7 നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. 7 കോമൺ ആയിട്ട് എടുത്താൽ x1 ഉള്ളിൽ വരും. 21 എന്ന് പറയുമ്പോൾ 7 × 3 ആണ്. 7 ഇവിടെയുണ്ട്, 3n ഉള്ളിൽ വരും. അപ്പോൾ x1 + 3d എന്ന് പറയുന്നത് നമുക്ക് ഫോർത്ത് ടേം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 7 × 8 അത് 8 ആണ് അല്ലേ, ഫോർത്ത് ടേം 8 ആണ്. 7 × 8 56. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോമൺ ഡിഫറൻസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2. ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ദ സം ഓഫ് 9th 10th ആൻഡ് 11th ടേം ഈസ് 90. അതായത് 9ാമത്തതും 10ാമത്തതും 11ാമത്തതും പ്ലസ് ചെയ്തപ്പോൾ എത്ര കൂട്ടിയപ്പോൾ എന്താ കിട്ടിയത്? 90 ആണ്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. നമ്മൾ ആദ്യത്തെ 3 കാണണം. കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. 9ഉം 10ഉം 11ഉം കൂട്ടിയപ്പോൾ 90 തന്നിട്ടുണ്ട്. നമ്മൾ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം നമുക്കതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. x9 + x10 + x11 = 90. നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ. x9 എന്ന് പറയുമ്പോൾ x1 + 8d ആണ്. x10 എന്ന് പറയുമ്പോൾ x1 + 9d ആണ്. x11 എന്ന് പറയുമ്പോൾ x1 + 10d ആണ്. = 90 കിട്ടും. x1ഉം 3x1 വരും. 8ഉം 9ഉം 17 + 10 27d എന്ന് വരും. 3x1 + 27d എന്ന് വരും. അതിൽ 3 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ x1ഉം വരും. പിന്നെ നമ്മുടെ 9 × 3 ആണ് 27 എന്ന് പറഞ്ഞാൽ, അപ്പോൾ 3 നമ്മൾ പുറത്തെടുത്തത് കൊണ്ട് ഉള്ളിൽ 9 എഴുതിയാൽ മതി. അപ്പോൾ x1 + 9d = 90 വരും. ഇനി x1 + 9d = 90 / ഈ 3 കണ്ടോ, ഇവിടെയുള്ള 3 അത് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് /3. ഇവിടെ 3 × എന്നാണല്ലോ, ഇവിടെ ഇപ്പോൾ /3 എന്നാണ് വരിക. ആ 3നെ ഇപ്പുറം തട്ടി, അപ്പോൾ 90/3 എന്ന് പറയുമ്പോൾ 30 വരും. അത് x1 + 9d 30 എന്ന് കിട്ടി. d എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 ആണെന്നുള്ളത്. അപ്പോൾ അവിടെ 2 കൊടുത്താൽ 9 × 2 18 വരും. അപ്പോൾ x1 + 18 30 ആണ്. x1 കാണാൻ 30, ഈ +18 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -18 വരും. അങ്ങനെ 30 - 18 = 12 എന്നാണ് വരിക. അതായത് ഫസ്റ്റ് ടേം 12. ഇനി 2 ആഡ് ചെയ്ത് പോവുക. 12 14 16 18 20 22 24 26 28 30 അങ്ങനെ പോകും. അപ്പം നമുക്കിപ്പം നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ 3 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 12ഉം 14ഉം 16ഉം ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത സെക്ഷൻ്റെ ആൻസറുമായിട്ട് വരും വരേക്കും ബായ്.